ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്. ഇതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ സിഗരറ്റ് ലൈറ്റർ? സിഗരറ്റ് ലൈറ്ററിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഗ്യാസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പ്രൊപ്പൈൻ, ഓപ്ഷൻ ബി ബ്യൂട്ടൈൻ, ഓപ്ഷൻ സി മീഥൈൻ, ഓപ്ഷൻ ഡി റെഡോൺ. ഏതായിരിക്കും നമ്മൾ സിഗരറ്റ് ലാമ്പിൽ യൂസ് ചെയ്തേക്കുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യുക? ഓക്കെ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ബ്യൂട്ടൈൻ ആണ് കറക്റ്റ് ആൻസർ. നമുക്കറിയാം ബ്യൂട്ടൈനും പ്രൊപ്പൈനും ഇത് രണ്ടും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഏതിലെ മെയിൻ കമ്പോണൻസ് ആണ് ഇത്? ഏതാണ്? LPG അല്ലേ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. LPGയിലെ മെയിൻ കമ്പോണൻസ് ചോദിക്കുവാണെങ്കിൽ ഏതൊക്കെയാണ്? അത് പ്രൊപ്പൈനും പിന്നെ ഏതാണ്? ബ്യൂട്ടൈനുമാണ്. ഇത് ചോദിക്കുന്നത് എങ്ങനെയാണ്? മെയിൻ കമ്പോണൻസ് ചോദിക്കുകയാണെങ്കിൽ ഇത് രണ്ടും പറയണം. LPGയിലെ മെയിൻ കമ്പോണന്റ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഏതായിരിക്കും ആൻസർ? അതിന്റെ ആൻസർ ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. കമ്പോണൻസ് എന്നുണ്ടെങ്കിൽ രണ്ടും എഴുതണം. ഏതാണ്? പ്രൊപ്പൈനും എഴുതണം, ബ്യൂട്ടൈനും എഴുതണം. കമ്പോണന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് മാത്രമേ എഴുതാവുള്ളൂ? ബ്യൂട്ടൈൻ മാത്രമേ എഴുതാവുള്ളൂ. ഇനി നോക്കിയേ, മീഥൈൻ. എവിടൊക്കെ അറിയാം നമുക്ക് മീഥൈൻ? ഏതൊക്കെയാണ്? മാർഷ് ഗ്യാസ് അല്ലേ, മാർഷ് ഗ്യാസ്. പിന്നെ ഏതാണ്? ഗോബർ ഗ്യാസ്. പിന്നെന്താണ്? CNG. ഇതിൽ മൂന്നിലെയും മെയിൻ കമ്പോണന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് മീഥൈൻ ആണ്. ക്ലിയർ ആണോ? അതിന് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: സിഗരറ്റ് ലൈറ്ററിനകത്ത് ഫില്ല് ചെയ്തേക്കുന്ന ഗ്യാസ് ചോദിച്ചാൽ ഏതാണ്? അത് ബ്യൂട്ടൈൻ ആണ്. LPGയിലെ മെയിൻ കമ്പോണൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ബ്യൂട്ടൈനുമാണ് പ്രൊപ്പൈനുമാണ്. മെയിൻ കമ്പോണന്റ് ഓഫ് LPG ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. ഇനി നോക്കിയേ, മാർഷ് ഗ്യാസ്, ഗോബർ ഗ്യാസ്, CNG ഇതിൽ മൂന്നിലെയും മെയിൻ കമ്പോണന്റ് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ് ആൻസർ? മീഥൈൻ ആണ്. ക്ലിയർ ആണോ? റെഡോൺ എന്താണ്? അതൊരു നോബിൾ ഗ്യാസ് ആണ് കേട്ടോ. ഒരു നോബിൾ ഗ്യാസിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുക? റെഡോൺ എന്ന് പറയുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രീൻ ഹൗസ് എഫക്റ്റ്? ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമായിട്ടുള്ള വാതകം താഴെ തന്നിരിക്കുന്നതിൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ ഓപ്ഷൻ ഡി ആർഗൺ. ഈ 4 എണ്ണത്തിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമായിട്ടുള്ള ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കറക്റ്റ് ആൻസർ. ഇനി നോക്കിയേ, ഓക്സിജൻ നമ്മൾക്ക് അറിയാം എന്താണ്? ബ്രീത്തിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക അല്ലെ, ശ്വസനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജനുമാണ്. നമ്മൾ റിലീസ് ചെയ്യുന്ന ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡുമാണ്. പക്ഷേ ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസിന് യൂസ് ചെയ്യുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ട് ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡും. റിലീസ് ചെയ്യുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഓക്സിജനുമാണ്. പക്ഷേ നോർമൽ രീതിയിൽ പ്ലാന്റ്സ് അല്ലെ ബ്രീത്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഓക്സിജൻ ആണ്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ തിരിഞ്ഞു പോകരുത്. ഫോട്ടോസിന്തസിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡും. റിലീസ് ചെയ്യുന്നത് എന്താണ്? ഓക്സിജനുമാണ്. നോർമലി അവർ ബ്രീത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതാണ്? ഓക്സിജൻ ബ്രീത്ത് ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് നൈട്രജൻ ആണ്. 78% അടുപ്പിച്ച് ഏറ്റവും കൂടുതൽ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നൈട്രജൻ ആണ്. ക്ലിയർ? സെക്കൻഡ് ക്വസ്റ്റ്യനും ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് കെമിക്കൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ഫോട്ടോഗ്രാഫിക് ഫിലിംസ്? ഫോട്ടോഗ്രാഫിക് ഫിലിംസിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ സോഡിയം നൈട്രേറ്റ്, ഓപ്ഷൻ ബി സിൽവർ ബ്രോമൈഡ്, ഓപ്ഷൻ സി പൊട്ടാസ്യം ക്ലോറൈഡ്, ദെൻ ഓപ്ഷൻ ഡി സോഡിയം കാർബണേറ്റ്. ഈ 4 എണ്ണത്തിൽ ഏതാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുക? ഫോട്ടോഗ്രാഫിക് ഫിലിമിനകത്ത് യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കറക്റ്റ് ആൻസർ? അറിയാമോ ആർക്കെങ്കിലും? ഏതാണ്? ഓപ്ഷൻ ബി സിൽവർ ബ്രോമൈഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഫോട്ടോഗ്രാഫിക് ഫിലിംസിനകത്ത് യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ്. ക്ലിയർ ആണോ? സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാഷിംഗ് സോഡയാണ് കേട്ടോ.
വാഷിംഗ് സോഡയാണ് എന്തെന്നറിയപ്പെടുക? സോഡിയം കാർബണേറ്റ് എന്നറിയപ്പെടുക. സോഡിയം ബൈകാർബണേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ അറിയപ്പെടുന്ന പേരാണ് എന്തെന്നറിയപ്പെടുക? സോഡിയം ബൈകാർബണേറ്റ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ പറയുന്ന ഓപ്ഷനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ആർമിക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം കേട്ടോ. ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഗ്നിവീർ GD, ട്രേഡ്സ്മാൻ, ടെക്നിക്കൽ, ഓഫീസ് അസിസ്റ്റന്റ്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ ബാച്ചുകൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് കോമ്പൗണ്ട് ഈസ് യൂസ്ഡ് ടു റൈസ് pH ഇൻ സ്വിമ്മിംഗ് പൂൾസ്? സ്വിമ്മിംഗ് പൂൾസിലെ pH കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണ്? ഓപ്ഷൻ എ സോഡിയം കാർബണേറ്റ്, ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ്, ദെൻ ഓപ്ഷൻ ഡി പൊട്ടാസ്യം നൈട്രേറ്റ്. ഈ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് ആഡ് ചെയ്യുക? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ സോഡിയം കാർബണേറ്റ് ആണ് എന്ത് ചെയ്യുക? നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുക? സ്വിമ്മിംഗ് പൂളിന്റെ pH കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സോഡിയം കാർബണേറ്റ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഈസ് കെപ്റ്റ് ഇൻ വാക്സ്? അല്ലെ, വാക്സിനകത്ത് സൂക്ഷിക്കുന്ന മെറ്റൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സോഡിയം, ഓപ്ഷൻ ബി ലിഥിയം, ഓപ്ഷൻ സി സിൽവർ, ദെൻ ഓപ്ഷൻ ഡി മഗ്നീഷ്യം. വാക്സിനകത്ത് സൂക്ഷിക്കുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ലിഥിയം ആണ് കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ കെറോസിനകത്ത്, കെറോസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് സോഡിയവുമാണ് പൊട്ടാസ്യമാണ്. ഈ രണ്ടെണ്ണമാണ് എന്ത് ചെയ്യുക? കെറോസിനകത്ത് സൂക്ഷിക്കുന്ന രണ്ട് മെറ്റൽസ്. എന്തുകൊണ്ടായിരിക്കും ഇവരെ കെറോസിനകത്ത് സൂക്ഷിക്കുക? അതായത് ഇവരെന്ത് ചെയ്യും? ഹൈലി റിയാക്റ്റീവ് ആണ്. നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറുമായിട്ടോ അറ്റ്മോസ്ഫിയർ ആയിട്ടോ എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് ഇവ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കെറോസിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? സോഫ്റ്റ് മെറ്റൽസ് അല്ലെ, സോഫ്റ്റ് മെറ്റൽസ് എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? സോഡിയവും പൊട്ടാസ്യവും എന്തെന്നറിയപ്പെടുന്നുണ്ട്? സോഫ്റ്റ് മെറ്റൽസ് എന്ന് അറിയപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കും ഇവയെ സോഫ്റ്റ് മെറ്റൽസ് എന്ന് അറിയപ്പെടുക? എന്തുകൊണ്ടായിരിക്കും? ഇവ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നൈഫ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സോഡിയത്തിനെയും പൊട്ടാസ്യത്തിനെയും എന്തെന്നറിയപ്പെടുക? സോഫ്റ്റ് മെറ്റൽസ് എന്ന് അറിയപ്പെടുക. ക്ലിയർ? ഇനി നോക്കിയേ, സിൽവർ. സിൽവർ എന്ന് എന്താണ്? അതിനകത്തുനിന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ഹീറ്റിനെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് സിൽവർ ആണ്. ഏതൊക്കെയാണ്? ഹീറ്റ് അല്ലെങ്കിൽ എന്താണ്? ഇലക്ട്രിക് കറണ്ടോ ഇലക്ട്രിസിറ്റി ഒക്കെ നല്ല രീതിയിൽ കടത്തിവിടുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ആൻസർ ഏതാണ്? സിൽവർ ആണ്. ക്ലിയർ ആണോ? ആണെങ്കിൽ നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ pH ഓഫ് ഹ്യൂമൻ ബ്ലഡ്? അല്ലെ, ഹ്യൂമൻ ബ്ലഡിന്റെ pH വാല്യൂ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് എന്തെന്ന് പറയുക? pH ന്റെ ഫുൾ ഫോം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ pH യൂസ് ചെയ്യുക? നമുക്ക് തരുന്ന സൊല്യൂഷൻ ആസിഡ് മീഡിയം ആണോ അതോ ബേസിക് മീഡിയം ആണോ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നത് ഏത് വെച്ച് നോക്കിയിട്ടാണ്? pH വാല്യൂ ചെക്ക് ചെയ്തിട്ടാണ്. അല്ലേ, ഇതൊരു സ്കെയിലാണ്. എന്താണ്? 0 to 14 വരെയുള്ള ഒരു റേഞ്ച് ഉള്ള സ്കെയിലാണ്. ഇതിന്റെ മിഡിൽ വരുന്ന 7 ആണ്. ഈ 7 ആണ് നമ്മൾ തന്നിരിക്കുന്ന സൊല്യൂഷന്റെ റീഡിങ് കാണിക്കുന്നത് എങ്കിൽ അതെന്തായിരിക്കും? ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. 0 to 7 വരെയുള്ള എപ്പോഴും എന്തായിരിക്കും? അസിഡിക് മീഡിയം ആയിരിക്കും. 7 to 14 ആണെങ്കിൽ എന്തായിരിക്കും? അതൊരു ബേസിക് മീഡിയം ആയിരിക്കും. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ഇതാണ്. ഹ്യൂമൻ ബ്ലഡിന്റെ pH വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്നാണ്. ഓപ്ഷൻ എ 8.2, ഓപ്ഷൻ ബി 7.4, ഓപ്ഷൻ സി 6.5, ദെൻ ഓപ്ഷൻ ഡി 7. ഏതായിരിക്കും കറക്റ്റ് വാല്യൂ? അറിയാമോ നിങ്ങൾക്ക്? ഓപ്ഷൻ ബി 7.4 അല്ലെ, 7.4 ആണ് എന്തെന്ന് അറിയപ്പെടുക? ഹ്യൂമൻ ബ്ലഡിന്റെ pH എന്നറിയപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഈ pH സ്കെയിൽ കണ്ടുപിടിച്ച ഒരു സയന്റിസ്റ്റ് ആണല്ലോ. എന്താണ് pH സ്കെയിൽ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര്? സൊറൈൻസൺ. സൊറൈൻസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? pH സ്കെയിൽ കണ്ടുപിടിച്ചത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അയോഡിൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ പ്രസൻസ് ഓഫ് ഡാഷ്.
അയഡിൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് എന്തിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കൊളസ്ട്രോൾ, ഓപ്ഷൻ ബി ഫാറ്റ്, ഓപ്ഷൻ സി പ്രോട്ടീൻ, ദെൻ ഓപ്ഷൻ ഡി കാർബോഹൈഡ്രേറ്റ്. ഈ 4 എണ്ണത്തിനകത്ത് ഏതിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയഡിൻ ടെസ്റ്റ് യൂസ് ചെയ്യുക? ആർക്കെങ്കിലും അറിയാമോ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി കാർബോഹൈഡ്രേറ്റ് അല്ലെ. കാർബോഹൈഡ്രേറ്റിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് അയഡിൻ ടെസ്റ്റ് ആണ്. ക്ലിയർ ആണോ? ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഡെയിലി മോക്ക് ടെസ്റ്റുകളും PDF-കളും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുക നമുക്ക് ഈ ടെലിഗ്രാം ചാനലിലൂടെയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഗ്യാസ് ഈസ് കോമൺലി നോൺ ആസ് ലാഫിംഗ് ഗ്യാസ്? അല്ലെ, ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന ഗ്യാസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി നൈട്രസ് ഓക്സൈഡ്, ദെൻ ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഈ 4 എണ്ണം തന്നതിനകത്ത് ഏതാണ് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുക? അല്ലെ, ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി നൈട്രസ് ഓക്സൈഡ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം. 9th ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഗ്യാസ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്? സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്ത് അടങ്ങിയിരിക്കുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അല്ലെങ്കിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ദെൻ ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ഏതായിരിക്കും സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്ത് കാണപ്പെടുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കറക്റ്റ് ആൻസർ. കേട്ടോ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുക? നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അല്ലേ, അതിനകത്ത് നിറച്ചേക്കുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 10th ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ആസിഡ് ഈസ് പ്രസന്റ് ഇൻ വിനിഗർ? വിനിഗർ എന്ന് എന്താണ്? വിനാഗിരി അല്ലെ. വിനിഗറിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് കണ്ടന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അസെറ്റിക് ആസിഡ്, ഓപ്ഷൻ ബി സിട്രിക് ആസിഡ്, ദെൻ ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ്, ദെൻ ഓപ്ഷൻ ഡി ടാറ്റാറിക് ആസിഡ്. 4 ടൈപ്പ് ആസിഡ്സിന്റെ പേര് തന്നിട്ടുണ്ട്. ഇതില് വിനിഗറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ. പക്ഷെ നമുക്ക് ഓപ്ഷനകത്ത് നിന്നെല്ലാം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ടാറ്റാറിക് ആസിഡ് ഇതിനകത്താണ് ടാമറിൻഡ് അല്ലെ. ടാമറിൻഡ് അല്ലെങ്കിൽ എന്താണ്? പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ടാറ്റാറിക് ആസിഡ് ആണ്. നെക്സ്റ്റ് നോക്കാം. ലാക്റ്റിക് ആസിഡ് ഏതിലാണ്? മിൽക്കില്, പാല് അല്ലെങ്കിൽ എന്താണ്? കേർഡ്, തൈര്, പാലിലും തൈരിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ലാക്റ്റിക് ആസിഡ് ആണ്. ഇനി നോക്കിയേ, സിട്രിക് ആസിഡ് എവിടെ അടങ്ങിയിരിക്കുന്നുണ്ട്? നാരങ്ങയില് അല്ലെ, ലെമണിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് സിട്രിക് ആസിഡ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിനിഗർ അല്ലെ, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ അസെറ്റിക് ആസിഡ് ആണ്. ക്ലിയർ ആണോ? കെമിസ്ട്രീൻ അവരുടെ ലൈഫിൽ നിന്ന് ആർമി എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്തത്. അതിന്റെ ഓപ്ഷൻസ് ആയിട്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. അടുത്തൊരു വീഡിയോ സെക്ഷനുമായിട്ട് ഉടനെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.